നമസ്കാരം ആർ പി. നമസ്കാരം. വനിതാ സംവരണം സത്യത്തിൽ വളരെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ബില്ലാണിത്. പക്ഷേ ആ ബില്ലിനെ പോലും പ്രതിപക്ഷം എതിർക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ കക്ഷികൾ എതിർക്കുകയാണ്. എന്തിനാണെന്ന് അറിയില്ല. ഡീലിമിറ്റേഷനാണ് അവർക്ക് പ്രശ്നമാണ് എന്ന് പറയുന്നു. ഡീലിമിറ്റേഷൻ ഭരണഘടന അനുസൃതമായിട്ടുള്ള കാര്യമാണ്. ഡീലിമിറ്റേഷൻ നടക്കണം. കാരണം റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും ഒരു അധികാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീലിമിറ്റേഷൻ നടക്കണം. എന്തുകൊണ്ടാണ് ഇതൊരിക്കലും നടക്കാതെ വെച്ചത് എന്നറിയില്ല. പലരും അത് സ്കിപ്പ് ചെയ്യായിരുന്നു. പക്ഷേ ഡീലിമിറ്റേഷനോടുകൂടി വനിതാ സംവരണം നടപ്പിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അത്രയധികം വനിതകൾക്ക് കൂടുതൽ മെമ്പർഷിപ്പ് അത് പാർലമെൻറ്റിലും അതോടൊപ്പം തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലും കൊടുക്കുന്നു. എന്തിനാണ് ഇത് എതിർക്കുന്നത് എന്ന് മനസ്സിലാകുന്നതേയില്ല. ഡീലിമിറ്റേഷനോട് ഇവർക്ക് എതിർപ്പുണ്ട്. അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. രണ്ടാമത് വനിതാ സംവരണ ബില്ലിനോട് അതിപ്പോൾ ഇന്നു തുടങ്ങിയ എതിർപ്പൊന്നുമല്ല, പണ്ട് മുതലേ എതിർപ്പാണ്. അത് കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഇതിനോട് എതിർപ്പുണ്ട്. കാരണം വനിതകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവരവരുടെ അവസരങ്ങൾ പലർക്കും നഷ്ടപ്പെടുമെന്നുള്ള ഭീതിയാണ്. പിന്നെ ഒരു സ്ത്രീവിരുദ്ധ നിലപാടുമുണ്ട് അതിനകത്തെന്ന് കരുതിക്കണം. പക്ഷേ ഇതിനെയൊക്കെ കവർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീതി ഇതൊന്നുമല്ല. ഈ രണ്ട് കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഇത് BJPക്ക് പൊളിറ്റിക്കലി ഗുണം ചെയ്യും എന്നുള്ള ഭീതി. ആ ഭീതിയാണ് ഇവരുടെ എല്ലാം ഉറക്കം കെടുത്തുന്നത്. പക്ഷേ ഇവരുടെ ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ, ഒരു വശത്ത് വനിതാ ശാക്തീകരണത്തെക്കുറിച്ച് പറയുക, ഒരു മറുവശത്ത് ഇങ്ങനെ ഉള്ള ഒരു എതിർപ്പ്, അത് പരസ്യമായിട്ട് സത്യസന്ധമായിട്ട് അതിനെ എതിർത്തിട്ടുള്ളത് RJDയും അതേപോലെ മുലായം സിംഗ് യാദവിൻ്റെ പാർട്ടിയും ഒക്കെയാണ്. അഖിലേഷ് യാദവ് ഇന്നും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് സത്യസന്ധമായിട്ട് എതിർത്തത്. കോൺഗ്രസ് അങ്ങനെ നേരിട്ട് അതിനെതിരെ സംസാരിച്ചിട്ടില്ലെങ്കിലും കോൺഗ്രസിനും ഇതിനോട് മാനസികമായിട്ട് എതിർപ്പാണ്. ഇന്നിപ്പോൾ KC വേണുഗോപാൽ ഇതിനൊക്കെ എതിരെ പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ ചർച്ചകളിലേക്ക് പോകും തോറും കോൺഗ്രസ് കൂടുതൽ, അല്ലെങ്കിൽ അവരുടെ ഇരട്ടത്തപ്പ് കൂടുതൽ ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ലീഗാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നതെന്നാണ്. അതായത് ലീഗിന് ഇത് പൊതുവിൽ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ഈ വനിതകൾക്ക് സീറ്റ് അബദ്ധവശാലാണ് ഈ ഇലക്ഷനിൽ 2 സീറ്റ് കൊടുത്തത്. അല്ലെങ്കിൽ ലീഗ് സീറ്റ് കൊടുക്കാറില്ല. സ്ത്രീകളെ സ്റ്റേജിൽ കയറ്റുന്നത് പോലും ശരിയല്ല എന്ന് മതനിയമത്തിൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായ ഒരു എതിർപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ തല തിന്നുന്നതും ലീഗാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു എതിർപ്പുണ്ടാകാനുള്ള ലീഗിൻ്റെ കാര്യം അത് വളരെ കറക്റ്റാണ്. ഇതുപോലൊരു മാനസികാവസ്ഥയുള്ള ആളാണ് മുലായം സിംഗ് യാദവ്. പണ്ട് ഇത് ബില്ല് വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞതാണ്, മറ്റേ മുടി മുറിച്ച ലിപ്സ്റ്റിക് ഇട്ട പെണ്ണുങ്ങൾക്കാണ് ഇതുകൊണ്ടുള്ള ഗുണമുണ്ടാവുക, സാധാരണക്കാർക്കുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി അത് പറഞ്ഞത്. പക്ഷേ നമുക്ക് ലീഗിൻ്റെ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് എനിക്കിന്ന് വളരെ രസകരമായിട്ട് തോന്നിയ ഒരു പ്രസ്താവന അഖിലേഷ് യാദവ്, മുലായം സിംഗിൻ്റെ മകൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഈ ബില്ലൊക്കെ പാസ്സായി കഴിഞ്ഞാൽ അസമിൽ നടന്നതുപോലെ കശ്മീരിൽ നടന്നതുപോലെ ഇന്ത്യ ഒട്ടാകെ നടക്കുമെന്നാണ് അഖിലേഷ് യാദവ് ഇന്ന് ലോക്സഭയിൽ പ്രസ്താവിച്ചത്. അത് നിങ്ങൾ കണ്ടോയെന്ന് എനിക്കറിയില്ല. ഏതാനും മണിക്കൂറുകൾ മുമ്പ് പ്രസ്താവിച്ചതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ രണ്ടിടത്തും തമ്മിലുള്ള ഒരു സാമ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു കോമൺ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ രണ്ടിടത്തും ഇന്ത്യ വിരുദ്ധ തീവ്രവാദം, ഭീകരവാദം ഉണ്ടായിരുന്നു. ഇന്ത്യക്കെതിരായിട്ട്, നമ്മളുടെ അഖണ്ഡതയ്ക്കും നമ്മളുടെ രാജ്യത്തിനെതിരായിട്ടും പ്രവർത്തിക്കുന്ന സംഘടിതമായ തീവ്രവാദ ശക്തികളുണ്ടായിരുന്നു. അസമിലുണ്ടായിരുന്നു, ഉൾഫയുണ്ടായിരുന്നു, കശ്മീരിൽ നിരവധി ഇസ്ലാമിക ഭീകര സംഘടനകളുണ്ടായിരുന്നു. ഇവിടെ രണ്ടിടത്തും വലിയ സമൂലമായ മാറ്റം വന്നിട്ടുണ്ട്. കശ്മീരിൽ ഇന്ന് ഭീകരവാദം അപ്പുറത്തു നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതല്ലാതെ സ്വദേശി ഭീകരവാദം ഇല്ല എന്ന് തന്നെ പറയാം. കശ്മീർ ഇപ്പോൾ അവിടെ ബിസിനസ് നടക്കുന്നു, ടൂറിസ്റ്റുകൾ എത്തുന്നു. കശ്മീർ ഇപ്പോൾ ജീവിതം തിരിച്ചു പിടിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അസമിലാകട്ടെ ഇതുതന്നെയായിരുന്നു വിഷയം. വലിയ തോതിൽ ഭീകരവാദം ഉണ്ടായിരുന്നു, വലിയ തോതിൽ മുസ്ലിം നുഴഞ്ഞുകയറ്റം ബംഗ്ലാദേശിൽ നിന്നുണ്ടായിരുന്നു. ഇത് രണ്ടും അവസാനിച്ച് അസമും ഒരു നേരായ പാതയിൽ പോവുകയാണ്. അസം നേരെയായി കഴിഞ്ഞാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം അതിൻ്റെ ഒരു പ്രഭാവം ഉണ്ടാകുകയും ചെയ്യും. ഭാരതത്തിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി നിലനിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അസം എന്ന് പറയുന്നത്. അപ്പോൾ അസമിലും കശ്മീരിലും ഉണ്ടായത് ഭാരതം ഒട്ടാകെ ഉണ്ടാകുമെന്ന് അഖിലേഷ് യാദവിനെ പോലെ ഒരാൾ പറയുമ്പോൾ എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവിടുത്തെ പോലെ ഇന്ത്യ ഒട്ടാകെ എല്ലാ ഇന്ത്യ വിരുദ്ധ ശക്തികളും ഇല്ലാതാകുമെന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലത്. പക്ഷേ അതിൽ അദ്ദേഹത്തിന് സന്തോഷമല്ല, അദ്ദേഹത്തിന് ദുഃഖമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആശങ്കയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
പിന്നെ രണ്ട് ഹരി പറഞ്ഞ ആ ലീഗിൻ്റെ കാര്യം. ലീഗ് ശരിയാണ്, ലീഗിന് ഇതൊരു വലിയ വിഷയമാണ്. പക്ഷേ ലീഗ് തന്നെ ഇതിനകത്ത് ഇരട്ടത്താപ്പിപ്പെടാൻ പോവല്ലേ. അതായത് ഇതിപ്പോൾ പറയാൻ പോകുന്നത് ജനസംഖ്യ കൂടിയ സ്ഥലങ്ങളിൽ കൂടുതൽ സീറ്റുകൾ, ജനസംഖ്യ കുറഞ്ഞ ദക്ഷിണ ഭാരതത്തിൽ കുറഞ്ഞ സീറ്റുകൾ വരും. അപ്പോൾ നോർത്തിലുള്ളവർ വിചാരിക്കുന്നവരായിരിക്കും ഇന്ത്യ ഭരിക്കുന്നതെന്ന്. ഇത് തന്നെയല്ലേ കേരളത്തിൽ നടന്നത്? കേരളത്തിലെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2008 അത് 1965 127 സീറ്റ് ഉണ്ടായിരുന്നത് 140 ആയത്. 2008 എണ്ണം സെയിം ആണെങ്കിലും മണ്ഡല പുനർനിർണയം വന്നു കഴിഞ്ഞപ്പോൾ എണ്ണം സെയിമായിട്ട് നിലനിർത്തി. പക്ഷേ മണ്ഡലങ്ങളുടെയൊക്കെ അതിര് മാറി. പക്ഷേ അങ്ങനെ അതിര് മാറിയപ്പോൾ ചിലർക്കൊക്കെ കൂടുതൽ കിട്ടി, ചിലർക്കൊക്കെ കുറവ് കിട്ടി. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്തിന് ഈ ഒരു മണ്ഡല പുനർനിർണയം വന്നപ്പോൾ മലപ്പുറത്തിനുണ്ടായിരുന്ന 12 സീറ്റ് 16 വർദ്ധിച്ചു. അതേസമയത്ത് കണ്ണൂർ, വയനാട്, പാലക്കാടിനൊക്കെ ഓരോ സീറ്റുകൾ എക്സ്ട്രാ കിട്ടി. പക്ഷേ നഷ്ടം പറ്റിയത് ആർക്കാണ്? ദക്ഷിണ കേരളത്തിലുള്ള പത്തനംതിട്ട, ആലപ്പുഴയ്ക്കൊക്കെ 2 മണ്ഡലങ്ങൾ വെച്ച് നഷ്ടമായി. തൃശ്ശൂർ, കോട്ടയം, കൊല്ലത്തിനുമൊക്കെ ഓരോ മണ്ഡലങ്ങൾ നഷ്ടമായി. അപ്പോൾ ഈ ദേശീയ തലത്തിൽ ഇപ്പോൾ ഇവർ ഈ പറയുന്ന പ്രശ്നം എന്തുകൊണ്ടാണ് കേരളത്തിൽ ബാധകമാകാത്തത്? ജനസംഖ്യ കൂടിയ മലപ്പുറത്തിന് കൂടുതൽ കൊടുക്കുകയും അപ്പോൾ മലപ്പുറം ജയിക്കുന്നത് ആരാണോ അവർ കേരളം ഭരിക്കും എന്ന് തിരിച്ചും പറഞ്ഞുകൂടെ? എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് അത് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UN-ൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് തന്നെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യാ വർധനവുള്ള ഒരു ജില്ല എന്ന് പറയുന്ന ഒരു പ്രദേശം എന്ന് പറയുന്ന മലപ്പുറമാണ്. UN-ൻ്റെ ഒരു റിപ്പോർട്ട്, UN-ൻ്റെ ഡേറ്റ അനുസരിച്ച് 2015-നും 2020-നും ഇടയിൽ 44-ൽ കൂടുതൽ 44% വർധനവാണ് ജനസംഖ്യയിൽ ഉണ്ടായിരിക്കുന്നത്. മലപ്പുറത്തിന് മാത്രം. UN-ൻ്റെ ഡേറ്റയാണ്, ഇന്ത്യയിലോ അല്ലെങ്കിൽ സംഖ്യകളോ ഉണ്ടാക്കിയ ഡേറ്റയൊന്നുമല്ല അത്. അപ്പോൾ അതനുസരിച്ച് അവർക്ക് സീറ്റുകളുടെ എണ്ണം കൂടുതൽ കൊടുക്കുന്നു. പൊതുവെ ജനസംഖ്യാ വർധന കുറവായ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ചിലയിടത്തൊക്കെ കൂടുതലാണ്, കണ്ണൂർ, വയനാട്, പാലക്കാട്. പക്ഷേ ബാക്കിയുള്ളിടങ്ങളിലെല്ലാം കുറവാണ്. അവിടെയൊക്കെ സീറ്റ് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ കേരളത്തിൽ ഇത് ഓക്കെയാണ്. നാഷണലി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓക്കെ അല്ല. അത് BJPക്ക് ഗുണമാവും. അതുകൊണ്ട് ഇത് അജണ്ടയാണ് എന്ന് പറയുന്നതിൻ്റെ ഇരട്ടത്താപ്പും കൂടിയാണ് പുറത്തു വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ ലീഗ് ഈ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് സ്വാഭാവികമായും ലീഗ് ഭരണത്തിൽ വരാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കോൺഗ്രസിനെ ഭരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമാണ്. നിലവിൽ അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. പിന്നെ അഖിലേഷ് യാദവ് പറഞ്ഞതിലൊരു വാസ്തവമുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതായത് ഈ അസം മേഖലയിൽ സംഭവിച്ചതുപോലെയും അല്ലെങ്കിൽ ജമ്മുവിൽ സംഭവിച്ചതുപോലെയും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഭീകരവാദികളുടെ എല്ലാവരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് സ്ത്രീകളെ ഒരു തരത്തിൽ അടിച്ചമർത്തുക, അല്ലെങ്കിൽ പ്രത്യേകിച്ചും മുസ്ലിം സ്ത്രീകൾ ഉയർന്നു വരാൻ പാടില്ല. മുസ്ലിം സ്ത്രീകളെ ഉയർന്നു വരുന്നത് തീർച്ചയായിട്ടും ഈ ഭീകരവാദികൾക്ക് ഒരു കൗണ്ടർ അറ്റാക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇവരുടെ അപ്രമാദിത്വം അങ്ങ് അതെ 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 അവർ വെറും വോട്ട് ചെയ്യാനുള്ള യന്ത്രങ്ങൾ, പ്രസവ യന്ത്രങ്ങളും കൂടി എന്ന് പറയുന്ന പോലെ വോട്ട് ചെയ്യാനുള്ള യന്ത്രങ്ങൾ മാത്രമാണ്, അണികൾ മാത്രമാണ്. അപ്പോൾ ഇവരുടെ ഒരു അപ്രമാദിത്വം പോകും എന്നുള്ള ഒരു ഭയം ഇവർക്ക് വളരെ കൃത്യമായി. തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു ഭയം തന്നെയാണ്. ഈ ഡീലിമിറ്റേഷൻ ഹരി ഈ പറയുന്ന പോലെ ഞാനൊരു കണക്ക് നോക്കുകയായിരുന്നു. അതായത് രാജസ്ഥാനിൽ ഇപ്പോൾ 18 ലക്ഷം പേർക്കൊരു MP ആണെങ്കിൽ കേരളത്തിൽ 12 ലക്ഷം പേർക്കാണ്. കാരണം കേരളത്തിലെ ജനസാന്ദ്രത വളരെ കൂടുതലാണ്. മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ഉള്ളത് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 4800 പേരോ മറ്റോ ആണ് ഈ UN-ൻ്റെ ഡേറ്റ അനുസരിച്ച്. ഇപ്പോൾ അത് ചിലപ്പോൾ കൂടിയിട്ടും ഉണ്ടാവും. അപ്പോൾ ഇത് ചെയ്തേ മതിയാവുള്ളൂ. ഇത് ആർട്ടിക്കിൾ 82 അനുസരിച്ച് ഇത് ചെയ്യണം. ഓരോ സെൻസസ് കഴിയുമ്പോഴും ഡീലിമിറ്റേഷൻ ഉണ്ടാകണം, അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിച്ചത് ഭരണഘടനാ ശില്പികളാണ്. BJP നേതാവ് ശ്രീ പത്മനാഭൻ അദ്ദേഹം ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഈ ഭരണഘടനയിലെ ഇങ്ങനെയൊരു ആർട്ടിക്കിൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എഴുതി ചേർത്തതിൽ BJP-കാരനായ അല്ലെങ്കിൽ ജനസംഘംകാരനായ ശ്യാമപ്രസാദ് മുഖർജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ആരും സംഘികളോ BJP-കാരോ അല്ലെങ്കിൽ ജനസംഘികളോ ഒന്നും ആയിരുന്നില്ല. അന്ന് ഭരണഘടനാ ശില്പികൾ എഴുതിയുണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ജനപ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്നതാണ് ഇത്. അപ്പോൾ ഒരു വശത്ത്
ഭരണഘടനയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ ചെറിയ എഡിഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ഒരു സാധനവും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുക, മറുവശത്ത് ഭരണഘടനയിൽ പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് പാര വെക്കുക എന്ന് പറയുന്നത് ഇത് ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ പിന്നെ എന്താണ്? ശരിയാണ്, ഇതുകൊണ്ട് ചിലപ്പോൾ BJPക്ക് രാഷ്ട്രീയ ഗുണം ഉണ്ടായേക്കാം, അത് അവരുടെ കഴിവ്. ഇവരിത്രയും വർഷം ഭരിച്ചിട്ട് ഇവരെന്തുകൊണ്ട് ഇത് ചെയ്തില്ല? 25 ഹരി നേരത്തെ പറഞ്ഞു 25 50 വർഷമാണ് ഇത് മാറ്റിവെച്ചത്. 50 വർഷമാണ്. 25 വെച്ച് 2 പ്രാവശ്യമായിട്ട് ഈ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് മാറ്റിവെച്ചത് 50 വർഷം. 50 വർഷം ഒരു രാജ്യത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ 50 വർഷം ചെറിയ കാലമല്ല. 1977 മുതൽ ഇങ്ങോട്ട് ഇത് മാറ്റിവെച്ചിരിക്കുകയാണ്. അതിപ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യും, അത് ചെയ്തിരിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇവരിനി എത്ര കടന്ന് ബഹളം വെച്ചാലും ഇത് ചെയ്യും. തീർച്ചയായിട്ടും അത്തരമൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. കാരണം റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞ ജനങ്ങളുടെ ഒരു പ്രാഥമികമായ അവകാശമാണ്. അവരുടെ വാക്ക്, അവരുടെ വാചകങ്ങൾ പാർലമെൻറ്റിൽ മുഴങ്ങിക്കേൾക്കുക എന്നത് പ്രാഥമികമായൊരു വ്യക്തിയുടെ അവകാശമാണ്. എന്തിനാണ് ജനാധിപത്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ആൾക്കാർ അവരുടെ വാക്ക് പാർലമെൻറ്റിൽ മുഴങ്ങിക്കേൾക്കുന്നതിന് തടസ്സം ചെയ്യുന്നത്? ഇത് സത്യത്തിൽ ഇരട്ടത്താപ്പ് എന്നതല്ല പറയുന്നത്. അത്യധികം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, അത്യധികം അവരുടെ തന്നെ ചില ആവശ്യങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ തന്നെ മതപരമായിട്ടുള്ള അപ്പീസ്മെൻറ്റ് പോളിസീസ് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഹിഡൻ അജണ്ടകൾ മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ. പിന്നെ മറ്റൊന്ന് BJPയോടുള്ള ഭയം. BJP അവിടെ സീറ്റുകൾ കൂടുതൽ, ഇവർ നല്ല കാര്യം ചെയ്തിരുന്നെങ്കിൽ ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യില്ലായിരുന്നു. ഈ ഭയം തന്നെയാണ് ഇത്. എല്ലാ അർത്ഥത്തിലും ഇതിങ്ങനെ പുറത്തു വരുവാണ്. ഇവിടെ ഒരു സഭാധ്യക്ഷനായിരുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്തിട്ട് പറഞ്ഞു ഇത് ഇനിയും തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയമാണെന്ന്. മറുവശത്ത് ഇവർ പറയുന്നു, അതായത് ഒരു വലിയ പാർലമെൻറ്റ് മന്ദിരം ഉണ്ടാക്കിയത് ഈ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും മറ്റു കാര്യങ്ങളും, രാജ്യം ഒരൊറ്റ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു, അത്തരം കാര്യങ്ങൾക്കൊക്കെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സഭാധ്യക്ഷനായിരുന്ന ആൾ, അയാൾ വിവരമില്ലാത്ത അയാൾ വിവരമില്ലാത്ത ആളൊന്നുമല്ല, അയാൾ കൃത്യമായിട്ട് പറയുകയാണ് ഇനിയും തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ, ഇത് ഏകാധിപത്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു റീസണിങ്ങോ ഒരു ലോജിക്കോ ഇല്ലാതെ BJPയെ എതിർക്കുക എന്ന് പറയുന്നത് BJPയോടുള്ള ഭയം കൊണ്ട് തന്നെയാണ്. അത് തമിഴരൊക്കെ പറയുന്ന അന്ധഭയം ഇരിക്കട്ടും എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പക്ഷേ ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇതിൻ്റെ പേരിൽ രാജ്യത്ത് വിഘടനവാദം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം തുടങ്ങി വെച്ചിട്ടുണ്ട്. അതായത് നോർത്തും സൗത്തും രണ്ടാക്കാം, 2 രാജ്യമാകണം എന്നൊക്കെ പറയാൻ വളരെ ചെറിയ ഒരു മുറുമുറുപ്പ് പോലാണെങ്കിലും തുടങ്ങി വെച്ചിട്ടുണ്ട്. ആ ഒരു ടോണ് കൃത്യമായിട്ട് DMK നേതാക്കന്മാരുടെ ശരീരഭാഷയിലും അവരുടെ പറച്ചിലും അത് വന്നിട്ടുമുണ്ട്. അത് ഞാനൊരു തമിഴൻ നിലയിലാണ് പറയുന്നത്, DMKയുടെ പ്രസിഡൻ്റ് എന്ന നിലയിലല്ല എന്നൊക്കെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞത് വേറൊന്നും അറിയാതൊന്നുമല്ല, ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇന്ത്യ ഈ ഒരു സംഗതിയിലേക്ക് കൊണ്ടുപോയി രാജ്യത്ത് ഒരു അരാജകത്വം ഉണ്ടാക്കുകയാണെങ്കിൽ പഴയ സർക്കാർ അല്ല ഇവിടെ ഭരിക്കുന്നത്. രാജ്യത്തെ ജനങ്ങൾ പോലും ഈ ഇത്തരം വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് കൂടെ നിൽക്കില്ല. വലിയ തോതിലുള്ള പ്രത്യാഘാതമായിരിക്കും ഇവരെയൊക്കെ കാത്തിരിക്കുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.